പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് വെറുമൊരു സ്വപ്നമായി മാറുകയാണ്. 2 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോകം മുഴുവൻ ആകാംക്ഷയോടെയും ഭീതിയോടെയുമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് നോക്കുന്നത്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെ എങ്ങനെയും അനുനയിപ്പിക്കാനാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെങ്കിൽ നേരിടാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമെന്ന ട്രംപിന്റെ ഭീഷണി വീണ്ടും കാര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലാണ്. ഭീഷണിയുടെ നിഴലിൽ ചർച്ച സാധ്യമല്ലെന്ന് ഇറാന്റെ പ്രസിഡന്റും തിരിച്ചടിച്ചു. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കയുടെ നടപടിക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്ര സഭയിൽ പരാതിയും നൽകി. ഞങ്ങൾ കീഴടങ്ങില്ല, ഭീഷണികൾക്ക് വഴങ്ങില്ല. ഇറാന്റെ ഈ ഉറച്ച നിലപാട് മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ചതിയാണോ ചർച്ചകൾ പാളാൻ കാരണം? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? വിശദമായി പരിശോധിക്കാം. വെടിനിർത്തൽ കരാർ അവസാനിക്കുമ്പോൾ ഇനി എന്താവും? പശ്ചിമേഷ്യയും ലോകവും ഒന്നാകെ ആശങ്കയിലാണ്. എന്തായാലും കീഴടങ്ങൽ അത് പ്രതീക്ഷിക്കേണ്ട എന്ന് ഉറച്ച നിലപാടിലാണ് ഇറാൻ. ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് ഇറാൻ ഇതേവരെ അയഞ്ഞിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങി സമാധാന ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. വിരട്ടലും ഉപരോധങ്ങളും ഒന്നും കൊണ്ടും സമാധാനം ഉണ്ടാവില്ല എന്ന ഇറാന്റെ കടുത്ത നിലപാട് അമേരിക്കയ്ക്കും ട്രംപിനും വലിയ തലവേദനയാണ്. ഭീഷണിപ്പെടുത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ചർച്ചാമേശ കീഴടങ്ങൽ മേശയാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബഫ് കുറ്റപ്പെടുത്തിയത്. എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും തങ്ങൾ വഴങ്ങില്ലെന്നും യുദ്ധമെങ്കിൽ യുദ്ധം എന്ന തീരുമാനം അവർ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. ആർക്കു മുന്നിലും അടിയറവ് പറയാനോ മുട്ടുമടക്കാനോ കീഴ്പ്പെടാനോ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ മുന്നോട്ടു പോകുമ്പോൾ എങ്ങനെയും ഇറാനെ ചർച്ചാമേശയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഹോർമൂസ് ബ്ലോക്കേഡ് മാറ്റാതെ അതിന് തയ്യാറാവുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട എന്നാണ് ഇറാന്റെ മറുപടി. കരാറുകളും വാക്കുകളും ലംഘിച്ച അമേരിക്കയോട് യാതൊരു ചർച്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാട് ഇറാൻ ആവർത്തിച്ചു പറയുന്നു. വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ച് ഹോർമൂസിൽ ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറായപ്പോഴാണ് അമേരിക്ക ഉപരോധം ഘടിപ്പിച്ചത്. അതോടെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. ഇറാന്റെ കൈവശമുള്ള ഏറ്റവും ശക്തിയേറിയ ആണവായുധമാണ് ഹോർമൂസ്. അത് വീണ്ടും അടച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് തക്ക മറുപടി നൽകി. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. അമേരിക്കയുടേത് കടൽക്കൊള്ള ആണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. നാവിക ഉപരോധം പിൻവലിക്കാതെ ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഇറാൻ നിലപാട് ഘടിപ്പിച്ചു. കപ്പലിൽ ജീവനക്കാരും കുടുംബങ്ങളും ഉള്ളതിനാലാണ് ഉടനടി തിരിച്ചടി നൽകാതിരുന്നതെന്നും എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് അമേരിക്ക വീണ്ടും ചതിക്കുകയാണെന്നാണ് ഇറാന്റെ പക്ഷം. സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഉപരോധം തുടരുമെന്നുമായിരുന്നു ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും കരാറിൽ ഏർപ്പെടാൻ തന്റെ മേൽ യാതൊരുവിധ സമ്മർദ്ദവുമില്ല എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം ജയിച്ചു എന്ന് ആവർത്തിച്ചു പറയുന്ന ട്രംപ് ഇത് നാവിക ഉപരോധം നീക്കാനും ഇറാനുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് യുദ്ധവിദഗ്ധർ കണക്കാക്കുന്നത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ സജീവമായി രംഗത്തുണ്ട്. പാക് സൈനിക മേധാവി അസിം മുനീർ ട്രംപുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. സമാധാനം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന 2ാം ഘട്ട ശ്രമങ്ങൾ തുർക്കിയും പാകിസ്ഥാനും ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അതിനുള്ള അനുനയ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. 2ാം ഘട്ട ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലും പ്രതിനിധികളെ അയക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. വാക്കിന് വ്യവസ്ഥയില്ലാത്ത അമേരിക്കയോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നും
ചതി ഇനി അംഗീകരിക്കാനാവില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞ ഇറാന് മുന്നിൽ ഈ അനുനയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ വിമുഖത പോലും പശ്ചിമേഷ്യയെയും ലോകത്തെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഹോർമൂസിൽ അമേരിക്ക തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിനു പിന്നാലെ തന്നെ ഉടനടി തിരിച്ചടിക്ക് സജ്ജമായിരുന്നു എന്നും ജീവനക്കാരും കുടുംബങ്ങളും കപ്പലിലുള്ളതിനാൽ ഒഴിവാക്കിയെന്നും ഇറാൻ സേനയെ ഉദ്ധരിച്ച് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാന്റെ നിലപാട്. അമേരിക്കയുടേത് കടൽ കൊള്ളയാണെന്നാണ് ഇറാന്റെ വിമർശനം. എന്തായാലും നാവിക ഉപരോധം നീക്കാതെ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങില്ല. അതിനിടെ തന്നെ ഇറാൻ നേതൃത്വത്തിലെ ഭിന്നതകൾ സംബന്ധിച്ച് വിവിധ റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് തുറന്നതായിട്ട് പ്രഖ്യാപനം നടത്തിയ ശേഷം ചർച്ചയ്ക്ക് ഇറാൻ രംഗത്ത് വരുന്ന സമയത്തെല്ലാം അമേരിക്ക ചതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നടന്ന ജനീവ ചർച്ചയിലും അതിനുശേഷം കഴിഞ്ഞ തവണ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിലും ചർച്ചയ്ക്ക് ശേഷവും എല്ലാം അമേരിക്ക അത് തുടർന്നു. വീണ്ടും വീണ്ടും ചതിയിൽപ്പെടുന്നതിന് പകരം ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും പലതവണ നിലപാടിൽ മാറ്റം വരുത്തി അമേരിക്ക എല്ലാവരെയും കബളിപ്പിക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഇറാൻ യുദ്ധം തുടങ്ങുമ്പോൾ മുതൽ ഒരേ നിലപാടിലായിരുന്നു. ഖമേനിയുടെ കൊലയും മിനാബിലെ കുരുന്നുകളുടെ കൂട്ടക്കൊലയ്ക്കും ശേഷം ഇറാൻ നിലപാട് കടുപ്പിച്ചു. എന്ത് വന്നാലും കൊലകൾക്ക് മറുപടി നൽകും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇറാൻ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയത്. ഇപ്പോൾ അമേരിക്ക കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തിലും എന്ത് വന്നാലും മറുപടി നൽകിയിരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. ഇനി ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ എന്താണ് ചെയ്തത്? ലോകം സമാധാന ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ ഒന്നുകൂടി ബലപ്പെടുത്തി. IRGC എയർ സ്പേസ് കമാൻഡർ മേജർ ജനറൽ സായിദ് മജീദ് മൗസി പറഞ്ഞത് ഒരു പുതിയ യുദ്ധതന്ത്രമാണ്. ആധുനിക യുദ്ധങ്ങളിൽ ആദ്യത്തെ മിസൈൽ പ്രഹരമല്ല വിജയം നിശ്ചയിക്കുന്നത്, മറിച്ച് ആ പ്രഹരം ഏറ്റുവാങ്ങിയ ശേഷം എത്ര വേഗത്തിൽ ഒരു രാജ്യം പുനഃസംഘടിപ്പിക്കപ്പെടുന്നു എന്നതാണ്. വെടിനിർത്തൽ കാലയളവിൽ തങ്ങളുടെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ യുദ്ധത്തിന് മുമ്പത്തേക്കാൾ കരുത്തോടെ ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നു. ഇത് കേവലം ഒരു അവകാശവാദമല്ല, മറിച്ച് ദീർഘകാല യുദ്ധം ചെയ്യാനുള്ള ഇറാന്റെ ശേഷിയാണ് കാണിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ ലോകത്തിന്റെ ഊർജ വിപണി തകരും. ഇതറിയുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ചൈനയുടെ ആവശ്യം. പക്ഷേ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബീജിംഗുമായി ചർച്ച നടത്തുന്നത് ട്രംപിന് അത്ര സുഖകരമായ കാര്യമല്ല. അമേരിക്ക ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചൈന വലിയൊരു ശക്തി കേന്ദ്രമായി മാറുന്നത് അമേരിക്കയ്ക്ക് ക്ഷീണമാണ്. ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഈ സാഹചര്യം വളർന്നേക്കാം എന്ന തോന്നൽ അമേരിക്കയ്ക്കുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് ട്രംപും ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്പിനും വില്ലിനും അടുക്കാത്ത ഇറാന് മുന്നിൽ കീഴടങ്ങാനും തോറ്റോടാനും വയ്യാത്ത സ്ഥിതിയിലുമാണ് അമേരിക്ക. എന്തായാലും ഏപ്രിൽ 22-ന് വെടിനിർത്തൽ അവസാനിപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കത്തുമോ? ഇറാൻ ഒരു ചതിക്കും ഇനി തയ്യാറല്ലെന്ന് വ്യക്തമാകുമ്പോൾ അമേരിക്ക തങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ തുടരുകയാണ്. സമാധാനം ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു. ലോകം ഒന്നടങ്കം ഈ മണിക്കൂറുകളെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി എന്താവും മിഡിൽ ഈസ്റ്റിന്റെ ഭാവി? അതെ, സമാധാനം എന്നത് ഇപ്പോൾ വെറും മണിക്കൂറുകളുടെ ദൂരത്തിലാണ്. ഒന്നുകിൽ വിട്ടുവീഴ്ച, അല്ലെങ്കിൽ മഹാവിനാശകാരിയായ ഒരു യുദ്ധം. അമേരിക്കയുടെ നയതന്ത്ര ചതികളെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കും? പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുമോ? അതോ ഏപ്രിൽ 22-ന് ശേഷം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറുന്ന കാഴ്ചയാണോ നമ്മൾ കാണാൻ പോകുന്നത്? ലോകം ഭീതിയോടെ കാത്തിരിക്കുന്നു. ഇറാന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ ഓരോ പ്രസ്താവനയും നിർണായകമാണ്.